പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 6 ചാപ്റ്റർ 3 പ്ലേയിങ് വിത്ത് ഡിജിറ്റ്സ് എന്നുള്ള പാർട്ടാണ്. ഇതിന് മുമ്പുള്ള പോർഷൻസ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ എന്താണ് ഈ പോർഷനിൽ പഠിക്കാനുള്ളതെന്ന് നമുക്ക് നോക്കാം. നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം കേട്ടോ. വളരെ ചുരുക്കം സ്റ്റുഡൻസ് മാത്രമേ വീഡിയോ ലൈക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. We start writing numbers from 1, 2, 3 and so on. There are 9 one-digit numbers. അപ്പോൾ നമ്മൾ 1, 2, 3 ഇങ്ങനെ നമ്പേഴ്സ് എഴുതാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് എത്ര 1-digit നമ്പേഴ്സ് ഉണ്ട്? 9 1-digit നമ്പേഴ്സ് ഉണ്ട് അല്ലേ? 1 തൊട്ട് 9 വരെ 9 1-digit നമ്പേഴ്സ് ഉണ്ട്. അത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി എത്ര 2-digit നമ്പേഴ്സ് ഉണ്ട്? 2-digit നമ്പേഴ്സ് എന്ന് പറയുന്നത് 10 തൊട്ട് 99 വരെയുള്ള നമ്പേഴ്സാണ് 2-digit നമ്പേഴ്സ്. അപ്പോൾ 2-digit നമ്പേഴ്സ് എത്രയുണ്ടെന്ന് അറിയാൻ വേണ്ടി 10, 11, 12, 13 ഇങ്ങനെ നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഞാനൊരു എളുപ്പ വഴി പറഞ്ഞു തരാം. 99 മൈനസ് 10 ചെയ്യുക. 99 - 10 ചെയ്യുമ്പോൾ നമുക്ക് 89 കിട്ടും. ഈ 89ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നോ അതായിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ എത്ര കിട്ടും? 90 എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾ 10 തൊട്ട് 99 വരെ കൗണ്ട് ചെയ്താൽ 90 തന്നെയായിരിക്കും ആൻസർ വരുന്നത് കേട്ടോ. ഇനി അടുത്ത 3-digit നമ്പേഴ്സ്. 3-digit നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എവിടെ തൊട്ട് എവിടെ വരെയാ? 100 തൊട്ട് 999 വരെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 999ൽ നിന്ന് നമ്മൾ 100 സബ്ട്രാക്റ്റ് ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടും? 9 ഇതിൽ നിന്ന് 100 സബ്ട്രാക്റ്റ് ചെയ്യുന്നു. എന്നിട്ട് കിട്ടുന്ന ആൻസറിൻ്റെ കൂടെ നമ്മൾ 1 ആഡ് ചെയ്യുന്നു. ഇതിൽ നിന്ന് 100 സബ്ട്രാക്റ്റ് ചെയ്താൽ 899 കിട്ടും. അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ 900 എന്ന് കിട്ടും. അപ്പോൾ ഇവിടുത്തെ ആൻസർ 900 ആണ്. ഇനി 4-digit നമ്പേഴ്സ്. 4-digit എന്ന് പറയുമ്പം 1000 തൊട്ട് 9999 വരെയുള്ളതാണ്. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഈ 9999ൽ നിന്ന് 1000 സബ്ട്രാക്റ്റ് ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടും? 8999 എന്ന് കിട്ടും. അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 9000 എന്ന് കിട്ടും. അപ്പോൾ എത്ര 4-digit നമ്പേഴ്സ് ഉണ്ട്? 9000 4-digit നമ്പേഴ്സ് ഉണ്ട്. ഇനി 5-digit നമ്പേഴ്സ് എത്രയുണ്ട് എന്ന് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? 10,000 മൈനസ് 99,999. ഈ 99,999ൽ നിന്ന് 10,000 സബ്ട്രാക്റ്റ് ചെയ്താൽ നമുക്ക് 89,999 എന്ന് കിട്ടും. അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ 90,000 എന്ന് കിട്ടും. അപ്പോൾ 5-digit നമ്പേഴ്സ് 90,000 ഉണ്ട്. 4-digit നമ്പേഴ്സ് 9,000, 3-digit നമ്പേഴ്സ് 900, 2-digit നമ്പേഴ്സ് 90, 1-digit നമ്പേഴ്സ് 9 എണ്ണമാണ് ഉള്ളത്. ഇനി നോക്കിയേ, ഡിജിറ്റ് സംസ് ഓഫ് നമ്പേഴ്സ്. ഇനി നമ്പേഴ്സിൻ്റെ ഡിജിറ്റിനെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സമ്മിനെ കുറിച്ചാണ് പറയുന്നത്. നോക്കിയാൽ, കോമൾ ഒബ്സർവ്സ് ദാറ്റ് വെൻ ഷീ ആഡ്സ് അപ്പ് ഡിജിറ്റ്സ് ഓഫ് സർട്ടൻ നമ്പേഴ്സ് ദ സം ഈസ് ദ സെയിം. അപ്പോൾ ചില നമ്പേഴ്സിൻ്റെ ഡിജിറ്റിനെ ആഡ് ചെയ്യുമ്പോൾ അവൾക്ക് കിട്ടുന്ന സം എന്ന് പറയുന്നത് സെയിം ആണ് എന്ന് കോമൾ ഒബ്സർവ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ആഡിങ് ദ ഡിജിറ്റ് ഓഫ് ദി നമ്പർ 68 വിൽ ബി സെയിം ആസ് ആഡിങ് ദ ഡിജിറ്റ് ഓഫ് 176 ഓർ 545. അതായത് 68 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറും 176ഉം 545ഉം ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറും സെയിം ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കിയേ, 68ലെ ഡിജിറ്റ്സ് ആണ് 6ഉം 8ഉം. അപ്പോൾ 6ഉം 8ഉം കൂടെ ആഡ് ചെയ്തപ്പോൾ 14 കിട്ടി. 176ലെ ഡിജിറ്റാണ് 176. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്തപ്പോഴും 14 കിട്ടി. 545ലെ ഡിജിറ്റ്സുകൾ തമ്മിൽ ആഡ് ചെയ്തപ്പോഴും 14 കിട്ടി. അപ്പോൾ ചില സർട്ടൻ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സം എന്തായിരിക്കും? സെയിം ആയിരിക്കും. മനസ്സിലായല്ലോ? ഇനി നോക്കി, ഇനി നമുക്ക് ഫിഗർ ഇറ്റ് ഔട്ടാണ് ചെയ്യാനുള്ളത്. പേജ് നമ്പർ 60ലെ ഫിഗർ ഇറ്റ് ഔട്ടാണ് കേട്ടോ. പേജ് നമ്പർ 60. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ഡിജിറ്റ് സം 40. റൈറ്റ് അതർ നമ്പേഴ്സ് ഹൂസ് ഡിജിറ്റ് ആഡ് അപ്പ് ടു 40. അപ്പോൾ ഡിജിറ്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 14 കിട്ടുന്ന മറ്റ് നമ്പേഴ്സ് എഴുതാൻ വേണ്ടിയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഏതൊക്കെ നമ്പേഴ്സ് നമുക്ക് എഴുതാം?
അപ്പോൾ ഇവിടെ 68 എഴുതി, 176 എഴുതി, അങ്ങനെ എഴുതി അല്ലേ. 68-ന് മുമ്പ് അപ്പോൾ ഏതായിരിക്കും? ഇവിടെ 68 ആണ് എങ്കിൽ 14 കിട്ടണമെങ്കിൽ അടുത്ത നമുക്കിവിടെ എന്തെഴുതാം? 6-ൽ നിന്ന് 1 കുറച്ച് 5 എഴുതുന്നു, ആ 1 ഇവിടെ ആഡ് ചെയ്യുന്നു, അപ്പോൾ 59 അല്ലേ. 59 5 + 9 എത്രയാണ്? 14 ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്പർ നമുക്ക് 59 എഴുതാം. ഇനി ബാക്കിലോട്ട് വീണ്ടും പോയാലോ? 5-ൽ നിന്ന് 1 കുറച്ചാൽ 4 കിട്ടും, പക്ഷേ 9 കൂടെ 1 ആഡ് ചെയ്താൽ നമുക്ക് 10 കിട്ടും. അത് നമുക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ 14 കിട്ടുന്ന സ്മോളസ്റ്റ് നമ്പർ എന്ന് ഡിജിറ്റ്സിനെ ആഡ് ചെയ്യുമ്പോൾ 14 കിട്ടുന്ന സ്മോളസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 59 ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഫ്രണ്ടിലോട്ട് നോക്കിയാൽ മതി. 59 കഴിഞ്ഞ് 5-ൻ്റെ 1 ആഡ് ചെയ്യുമ്പോൾ ഇവിടെ എന്താണ്? 6 വരും. ഇവിടെ 1 ആഡ് ചെയ്താൽ ഇവിടെ 1 സബ്ട്രാക്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ 68 ഓൾറെഡി ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അടുത്തത് എന്തായിരിക്കും? 6-ൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ 7. അപ്പോൾ നമ്മൾ 80-ൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യും. ഇവിടെ 1 ആഡ് ചെയ്താൽ ഇവിടെ 1 സബ്ട്രാക്ട് ചെയ്യും, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ 77 കിട്ടും. അടുത്തത് 7-ൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ 8, 7-ൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്താൽ 6, അപ്പോൾ 86 കിട്ടി. ഇനി 8-ൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ 9, ഇവിടെ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്താൽ 5, അപ്പോൾ നമുക്ക് 95 കിട്ടി. ഇനി നമുക്ക് ഏത് നമ്പർ എഴുതാം? ഇനി നമുക്ക് 3 ഡിജിറ്റ്സ് നമ്പേഴ്സ് ആണുള്ളത് അല്ലേ. 1 എഴുതാം, 4 എഴുതാം, 9 എഴുതാം. 149 എഴുതാം. ഇനി അടുത്തത് വീണ്ടും നമ്മൾ ഇങ്ങോട്ട് ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ 138 ഈ 2 ഡിജിറ്റിനെ ചേഞ്ച് ചെയ്യുന്നു. അതായത് 4-ൽ നിന്ന് 1 ഇവിടെ 158 കേട്ടോ. 4-ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുന്നു, 9-ൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ അടുത്ത എന്തായിരിക്കും? 167. അടുത്ത എന്തായിരിക്കും? 176. അടുത്തത് 185. അടുത്തത് 194. ഇങ്ങനെ വരും കേട്ടോ. ഇങ്ങനെ നമുക്ക് എഴുതാം. ഇങ്ങനെ നമുക്ക് കൗണ്ട് ചെയ്ത് എഴുതി പോവാം കേട്ടോ. എക്സെട്ര ഇങ്ങനെ വരും മറ്റ് നമ്പേഴ്സ്. ഇനി വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് നമ്പർ ഹൂസ് ഡിജിറ്റ് സം ഈസ് 14? അപ്പോൾ ഡിജിറ്റ് സം 14 വരുന്ന സ്മോളസ്റ്റ് നമ്പർ ഏതായിരിക്കും? അത് ഞാൻ ആദ്യം എഴുതിയപ്പോഴേ പറഞ്ഞു എത്രയാണ്? 59 ആണ്. ഇനി വാട്ട് ഈസ് ദ ലാർജസ്റ്റ് 5 ഡിജിറ്റ് ഹൂസ് ഡിജിറ്റ് സം ഈസ് 14? ലാർജസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ ഏതാണ് എന്ന് എഴുതണം. അതിൻ്റെ ഡിജിറ്റ് സം എന്തായിരിക്കണം? 14 ആയിരിക്കണം. അപ്പോൾ 5 ഡിജിറ്റ് നമ്പറാണ്, ലാർജസ്റ്റ് 5 ഡിജിറ്റ് ആണ് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്പർ നമുക്ക് എന്ത് തന്നെ എഴുതാം? 9 തന്നെ എഴുതാം. ഓക്കെ. ഇനി 9 കഴിഞ്ഞിട്ട് അടുത്ത എത്ര കൂടെ വേണം? 14 ആകണമെങ്കിൽ 5ഉം കൂടെ വേണം. അപ്പം ഞാൻ 5 എഴുതി. 5 ഡിജിറ്റാണ് വേണ്ടത്, നമുക്ക് 2 ഡിജിറ്റേ ആയുള്ളൂ. അപ്പോൾ അടുത്ത 5 ഡിജിറ്റിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? 3 സീറോസും കൂടെ ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ലാർജസ്റ്റ് 5 ഡിജിറ്റ് എന്താണ്? 95,000 ആണ് ലാർജസ്റ്റ് 5 ഡിജിറ്റ്. അതായത് ഇതിൻ്റെ സമ്മ് 14 വരുന്നത് കേട്ടോ. ഇനി അടുത്തത്, ഹൗ ബിഗ് എ നമ്പർ ക്യാൻ യു ഫോം ഹാവിങ് ദ ഡിജിറ്റ് സം ഓഫ് 14? ക്യാൻ യു മേക്ക് ആൻ ഈവൻ ബിഗ്ഗർ നമ്പർ? അതായത് ഡിജിറ്റ് സം 14 വരുന്ന നമ്പേഴ്സ് എത്രയും വലിയ നമ്പേഴ്സ് വരെ നമുക്ക് ഫോം ചെയ്യാനായിട്ട് പറ്റും. ഈവൻ ബിഗ്ഗർ നമ്പർ നമുക്ക് എഴുതാനായിട്ട് ഉണ്ടാക്കാനായിട്ട് കഴിയുമോ എന്നാണ് ക്വസ്റ്റ്യൻ. എത്ര വലിയ നമ്പേഴ്സ് വരെ നമുക്ക് എഴുതാം? ഇൻഫിനിറ്റ് നമ്പേഴ്സ് നമുക്ക് എഴുതാം അല്ലേ. അതായത് നമുക്ക് ഇവിടെ 0 എത്ര വേണേലും ഇട്ട് കൊടുക്കാവുന്നത് കൊണ്ട് ഇൻഫിനിറ്റ് നമ്പേഴ്സ് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഈവൻ നമ്പേഴ്സ് എഴുതാനായിട്ട് പറ്റുമല്ലോ. വി ക്യാൻ മേക്ക് ആൻ ഈവൻ ബിഗ്ഗർ നമ്പർ ഹാവിങ് ദ ഡിജിറ്റ് സം 14. അപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇവിടെ നമുക്ക് എത്ര വലിയ നമ്പർ വരെ ഉണ്ടാക്കാമെന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്ക് 14 1 ഇട്ട് കൊടുത്തിട്ട് 1 2 3 4 5 6 7 8 9 10 11 12 13 14 ഇത്രയും 1 ഇട്ട് കൊടുത്താൽ എന്തായി? 14 ആയി. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് എന്ത് വേണേൽ ചെയ്യാം? എത്ര സീറോസ് വേണേലും ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എത്ര വലിയ നമ്പർ വേണമെങ്കിലും നമുക്ക് ഡിജിറ്റ് സമ്മ് 14 വരുന്ന നമ്പേഴ്സ് ഉണ്ടാക്കാൻ സാധിക്കും. ഈവൻ ബിഗ്ഗർ നമ്പർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ 1ൻ്റെ പ്ലേസിൽ 0 ആയതുകൊണ്ട് നമുക്ക് ഈവൻ നമ്പർ ഉണ്ടാക്കാനായിട്ടും സാധിക്കും.
ഓക്കെ. ഇനി ഫൈൻഡ് ഔട്ട് ദി ഡിജിറ്റ് സം ഓഫ് ഓൾ ദി നമ്പേഴ്സ് ഫ്രം 40 to 70. ഷെയർ യുവർ ഒബ്സർവേഷൻ വിത്ത് ദി ക്ലാസ്. അപ്പം 40 തൊട്ട് 70 വരെയുള്ള നമ്പേഴ്സിൻ്റെ ഡിജിറ്റ് സം ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ക്ലാസ്സുമായിട്ട് ഷെയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ 40 തൊട്ട് 70 വരെയുള്ളതാണ് നമുക്ക് വേണ്ടത് അല്ലേ. അപ്പോൾ 40 എങ്ങനെ എഴുതാം? 40യെ ഡിജിറ്റ്സ് എന്ന് പറയുന്നത് 4ഉം 0യും ആണ്. 4 + 0 = 4. അടുത്തത് 41 എന്ത് വരും? 4 + 1 = 5. അടുത്തത് 42 4 + 2 = 6. 43 4 + 3 = 7. 44 4 + 4 = 8. അടുത്തത് 45 4 + 5 = 9. 46 4 + 6 = 10. 47 4 + 7 = 11. 48 4 + 8 = 12. 49 4 + 9 = 13. അടുത്തത് 50. 50യുടെ എന്ത് വരും? 5 + 0 = 5. 51 5 + 1 = 6. 52 5 + 2 = 7. അടുത്തത് 53 5 + 3 = 8. അടുത്തത് 54 5 + 4 = 9. അടുത്തത് 55 5 + 5 = 10. അടുത്തത് 56 5 + 6 = 11. അടുത്തത് 57 5 + 7 = 12. 58 5 + 8 = 13. അടുത്തത് 59 5 + 9 = 14. അടുത്തത് 60 60യുടെ 6 + 0 = 6. ഇങ്ങനെ നിങ്ങൾ ചെയ്യുക കേട്ടോ. ഇങ്ങനെ ചെയ്ത് 69 എന്ത് വരും? 6 + 9 = 15. 70 എന്ത് വരും? 7 + 0 = 7. ഇങ്ങനെ കിട്ടും കേട്ടോ. ഇങ്ങനെ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ. Calculate the digit sum of 3-digit numbers whose digits are consecutive. Do you see a pattern? Will this pattern continue? അപ്പോൾ നമ്മളോട് 3-digit നമ്പറിൻ്റെ സമ്മ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഡിജിറ്റ്സ് എങ്ങനെയുള്ളതായിരിക്കണം? കോൺസിക്യൂട്ടീവ് ആയിരിക്കണം. അപ്പോൾ നമുക്കിവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. 345 എന്ന് നമുക്ക് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. കോൺസിക്യൂട്ടീവ് എന്ന് വെച്ചാൽ എന്താ? അടുത്തടുത്ത് വരുന്ന നമ്പേഴ്സ്. 3ഉം 4ഉം 5ഉം അടുത്തടുത്ത് വരുന്ന നമ്പേഴ്സാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള നമ്പേഴ്സ് വരുന്ന 3-digit നമ്പേഴ്സിൻ്റെ ഡിജിറ്റിൻ്റെ സമ്മ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് എന്ത് എഴുതാം? 123 എന്ന് എഴുതാം. 123 1 + 2 + 3 = 2 + 1 3 3 + 3 6 എന്ന് കിട്ടും. ഇനി അടുത്ത എന്ത് എഴുതാം? 2 3 4 എന്ന് എഴുതാം. ഡിജിറ്റ് ആഡ് ചെയ്യുമ്പോൾ 2 + 3 + 4 = 3 + 2 5 5 + 4 9. അടുത്തത് 3 4 5 = 3 + 4 + 5 4 + 3 7 7 + 5 12. അടുത്തത് 4 5 6 4 + 5 + 6 5 + 4 9 9 + 6 15. അടുത്തത് 5 6 7 5 + 6 + 7 6 + 5 11 11 + 7 18. അടുത്തത് 6 7 8 6 78 6 + 7 + 8 6 + 7 13 13 + 8 21. 7 8 9 7 + 8 + 9. 7 + 8 is 15. 15 + 9 is 24. ഇനി നമുക്ക് അടുത്തത് എഴുതാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ 8 9 10 എന്ന് എഴുതുമ്പോൾ 4 ഡിജിറ്റ് വരും അല്ലേ.
ഡു യു സീ എ പാറ്റേൺ? വിൽ ദിസ് പാറ്റേൺ കണ്ടിന്യൂ? അപ്പോൾ ഈ നമ്മൾ എഴുതിയതിനകത്ത് നിങ്ങളൊരു പാറ്റേൺ കാണുന്നുണ്ടോ എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതാ ഇവിടെ നോക്കിയേ, നമുക്ക് കിട്ടിയിട്ടുള്ള നമ്പേഴ്സ് എന്തൊക്കെയാണ്? 6, 9, 12, 15, 18, 21, 24 ഇങ്ങനെയുള്ള നമ്പേഴ്സാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലേ. അതായത് ഈ നമ്പേഴ്സൊക്കെ എന്താണ്, നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് 0, 1, 2 എഴുതിയിട്ട് നമുക്ക് 1 + 2 3 എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം കേട്ടോ. അപ്പോൾ നോക്കിയേ, ഇവിടെ 3, 6, 9, 12 ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇതെല്ലാം എന്താണ്? 3യുടെ മൾട്ടിപ്പിൾസ് ആണല്ലേ. അപ്പോൾ 3 × 2 6 വരും, 3 × 3 9 വരും, 3 × 4 12 വരും, 3 × 5 15 വരും, 3 × 6 18 വരും, 3 × 7 21, 3 × 8 24 എന്ന് വരും. അപ്പോൾ 3യുടെ മൾട്ടിപ്പിൾസ് ആണ് കിട്ടിയത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? യെസ് എന്ന് പറയാം. ഇവിടെ നമുക്ക് 3 × 2 മുതൽ 3 × 8 വരെയുള്ള 3യുടെ മൾട്ടിപ്പിൾസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഈ പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ അടുത്തത് എഴുതിയാൽ എന്ത് വരും? 7, 8, 9 കഴിഞ്ഞ് അടുത്തത് എഴുതിയാൽ നമുക്ക് എന്താ കിട്ടുക? 8, 9, 10 എന്ന് കിട്ടും അല്ലേ. 7, 8, 9 കഴിഞ്ഞിട്ട് അടുത്ത നമ്മൾ എഴുതുന്നുണ്ട് 8, 9, 10 എന്ന് കിട്ടും. നമുക്ക് 3 ഡിജിറ്റാണ് വേണ്ടത്. പക്ഷേ 8, 9, 10 എഴുതിയാൽ എന്താവും? 4 ഡിജിറ്റ്സ് ആവും. അപ്പോൾ ഈ പാറ്റേൺ നമുക്കിവിടെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് കഴിയത്തില്ല അല്ലേ. അപ്പോൾ നമ്മുടെ പേജ് നമ്പർ 60 ഫിഗർ ഇറ്റ് ഔട്ട് ഫുള്ള് കഴിഞ്ഞു. ഇനി അടുത്ത പോർഷനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.